ഹായ് ഫ്രണ്ട്സ്, MSS ട്രാവലേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ കൊറോണ കാരണം യാത്രയൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പഴയ ലക്ഷദ്വീപ് യാത്ര കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അന്ന് വാങ്ങിയൊരു സ്പെഷ്യൽ ഐറ്റമാണ്. കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. മാസ് എന്നാണ് അതിൻ്റെ പേര്. നല്ല ചൂര മത്സ്യത്തിൻ്റെ ഒരു പ്രോസസ്സ് എടുത്തുള്ള ഐറ്റമാണ്. യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴും ഇതിൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ അധികം കണ്ടിട്ടില്ല. അപ്പോൾ വിചാരിച്ചു ഇതിൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ മാസ് എന്നുള്ള ഐറ്റം. ഞാനത് അഗത്തി ദ്വീപിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവിടെ ഇത് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് അവർ ഇതിനെ കഴുകി ഉണക്കിയെടുത്തിട്ട് പിന്നീട് ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങി പിന്നീട് ഉണക്കിയെടുക്കുക, അങ്ങനെ കുറച്ച് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ്. ഇത് കുറേ നാൾ കേടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുക. ഇത് നമ്മൾ ആദ്യം തന്നെ ചെറുതായിട്ട് ചീകിയെടുക്കണം. നല്ല കട്ടിയാണ്. ചെറിയ കഷ്ണമായിട്ട് നല്ലോണം ചീകിയെടുത്തിട്ട് ഒരു അരമണിക്കൂറോളം അത് വെള്ളത്തിലിട്ട് വയ്ക്കണം. അതിന് ശേഷം നമുക്കത് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 3 കഷ്ണം മതിയാവും, ഒരു 3-4 പേർക്ക്. ചീകി വരുമ്പോൾ നല്ലോണം ഉണ്ടാവും. ചില ആൾക്കാർ ചിലപ്പോൾ മിക്സിയിലിട്ട് അടിച്ചിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് പൊടിയായിരിക്കും, ചെമ്മീൻ പൊടിയൊക്കെ പോലെ. പക്ഷെ അപ്പോൾ ഈ മീനിൻ്റെ ടേസ്റ്റ് അറിയില്ല. നമ്മളിങ്ങനെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പച്ചമീൻ്റെ ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും ശരിക്കും. ഇപ്പോൾ ഒരു 3 കഷ്ണം മാസം നമ്മൾ ചെറിയ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമ്മളിത് വെള്ളമൊഴിച്ച് കുതിർത്തി വെക്കണം. അപ്പം മാസ് നമ്മൾ വെള്ളത്തിലൊഴിച്ച് വെക്കാൻ തുടങ്ങിയിട്ട് ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴേക്ക് നമ്മൾ ഇട്ടേക്കാളും ക്വാണ്ടിറ്റി കുറച്ച് അധികം ആയ പോലെ തോന്നുന്നുണ്ടാവും. അത് കുതിർന്ന് കുറച്ചുകൂടി വീർത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇത് മുളക് ചതച്ചത്, ഉണക്കമുളക് ചതച്ചത്. പിന്നെ ഇതിന് മെയിനായിട്ട് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ചെറുള്ളിയാണ്. ചെറുള്ളി ഇപ്പോൾ ഇതിനകത്തൊരു 10-20 എണ്ണത്തിൽ മേലെ ഉണ്ടായിരിക്കും, കാരണം ഇത് ചെറുതാണ് എടുത്തിരിക്കുന്നത്. ചുവന്നുള്ളി എത്ര അധികം ഇടണോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില. നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ച് നല്ലൊരു ചതച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത്. പിന്നെ ചതച്ചിട്ട് കാണാം. വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച മാസാണിത്. അത് നമ്മൾ നന്നായി ഒരു 3-4 തവണ നന്നായി കയ്യിലിട്ട് തിരുമ്പി കഴുകണം. എന്നാലാണ് അതിലെന്തെങ്കിലും ഒഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായി പോവുള്ളൂ. നന്നായി കഴുകിയതിന് ശേഷം അരിപ്പിയിൽ വാർക്കാൻ വെച്ചേക്കാണ്. വെള്ളമുണ്ട്. ഇനി നമ്മൾ ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയല്ല, വെളിച്ചെണ്ണയാണ്. ഇത്രയാണ് ഒഴിക്കുന്നത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിതൊന്ന് ഒഴിച്ചെടുക്കാം. ചുവന്നുള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ചേർക്കാം.
ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ചെറുതായി ഒന്ന് ഇട്ട് കൊടുക്കാം. മുളക് ചതച്ചത് 2 ടീസ്പൂൺ, 2 കുറച്ചും കൂടി, ഒരു 2.5 ടീസ്പൂൺ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ. ബാക്കി നമ്മൾ മാസ് ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്യാം. നന്നായി വാട്ടി കൊടുക്കുക. അപ്പം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് എന്നത്. ഇതിലേക്ക് ഇനി മാസ് ഇട്ട് കൊടുക്കുക. മാസിൽ ചെറുതായിട്ട് വെള്ളമുണ്ട്, അത് പറ്റിക്കോളും. നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സാക്കി കൊടുക്കണം. നമ്മൾ ഉള്ളിയൊക്കെ ഇതിലേക്ക് നന്നായി പിടിക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരത്തേക്ക് നല്ല ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് നോക്കാം. ഇപ്പം അടച്ചു വെക്കാതെ നമ്മൾ പതുക്കെ അത് ഡ്രൈ ആക്കി നല്ല ഡ്രൈ ആക്കി എടുക്കണം. കാരണം നമ്മൾ കുതിർത്തതാണ്. ഈ കുതിർത്തതിനെ നമ്മൾ വീണ്ടും ഡ്രൈ ആക്കണം. എന്നാലാണ് ഇതിനൊരു പച്ചക്കുത്ത് സ്മെല്ലൊക്കെ ഉണ്ട്. ആ സ്മെല്ലെല്ലാം കംപ്ലീറ്റ്ലി മാറണം. എന്നാലാണ് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നുന്നത്. അത് നമുക്ക് ആ സ്മെല്ലായിരിക്കും കൂടുതലും ഫീൽ ചെയ്യാം. ഏകദേശം ഒരു 20-25 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മൂടി വെച്ച് തുറന്നതിന് ശേഷം ഇത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒരു ടേബിൾ സ്പൂണിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, മുരിഞ്ഞ് വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പച്ച മണം നന്നായി പോവുള്ളൂ. അത് പോയാലാണ് നമുക്ക് ശരിക്കും നല്ല ടേസ്റ്റ് ആവുള്ളൂ. 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല മുരിഞ്ഞ് ഒരു സ്മെല്ലും വരുന്നുണ്ട്. ഇനി നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മുഴുവനായിട്ടും പോയി. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് എടുത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ മാസിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ചധികം സമയം തന്നെ എടുത്തു, പക്ഷേ നല്ല അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് സംഭവം. ഇത് നന്നായിട്ട് മൊരിച്ചെടുക്കാൻ വേണ്ടി കുറേ ടൈം എടുക്കും. ഏകദേശം ഒരു അരമണിക്കൂർ കൂടുതൽ എടുത്തു. അരമണിക്കൂർ കൂടുതൽ ഇന്ന് ഡ്രൈ ആക്കേണ്ടി വന്നു. കാരണം ഇത് വെള്ളത്തിലിട്ട് കുതിർക്കുന്നതുകൊണ്ട് അത്രയും മുരിഞ്ഞ് കിട്ടണം. അന്നേരം അതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ. അല്ലെങ്കിൽ ഒരു പച്ച സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് ശരിക്കും ഒന്ന് ഡ്രൈ ആക്കി കിട്ടണം. അപ്പോൾ നിങ്ങൾ ലക്ഷദ്വീപൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ ഐറ്റം. കവരത്തിലും എല്ലാ ദ്വീപിലും കിട്ടും. ഞാൻ കവരത്തിൽ പോയിട്ട് കിട്ടിയില്ല. അവിടെയുണ്ട്, കവരത്തിലുണ്ട്. പിന്നെ അകത്തിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. കൊച്ചിയിലൊക്കെ ഉണ്ട്. കൊച്ചിയിലൊക്കെ പക്ഷേ റേറ്റ് ഭയങ്കര കൂടുതലാണ്. അകത്തിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത് കിലോയ്ക്ക് 400 രൂപയായിരുന്നു. കൊച്ചിയിലൊക്കെ പറയുന്നതാണ് ഏകദേശം 600 800 ആ റേഞ്ചൊക്കെയാണ് പറയുന്നുണ്ട്. നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ. നല്ല സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ബൈ.